ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് യുവ പ്രദീപ് MLA സബ്മിഷന് വനംവകുപ്പ് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പാഞ്ഞാൾ, വാഴക്കോട്, മുള്ളൂർക്കര, ചേലക്കര, പഴയന്നൂർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് MLA യുവ പ്രദീപ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. 4 പഞ്ചായത്തുകൾ പഴയന്നൂർ, ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്ന പ്രദേശങ്ങളിൽ ഏകദേശം 45 കിലോമീറ്റർ വനാതിർത്തി ചേർന്ന് ജനവാസ കേന്ദ്രമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് വനാതിർത്തി. അവിടെ ഈ അടുത്ത കാലത്ത് ആനശല്യം വല്ലാതെ കൂടി വന്നിട്ടുണ്ട് സാർ. ഇവിടെ നമുക്ക് അറിയാം, തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഈ കുതിരാൻ തുറന്നപ്പോൾ അതുവഴി പഴയ റോഡ് വഴി വരുന്ന ഈ പീച്ചിയിൽ നിന്ന് മച്ചാട് മേഖലയ്ക്ക് ആനകൾ കടന്ന് ഇപ്പോൾ എൻ്റെ മണ്ഡലമായ ചേലക്കരയും തൊട്ടടുത്ത വടക്കാഞ്ചേരിയും വലിയ തോതിലാണ് സാർ ഈ ആനശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇന്നലെയും വന്നിട്ടുണ്ട്, മിനിഞ്ഞാന്നും. അങ്ങനെ കൃഷിയും അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ പേടിയോടുകൂടിയാണ് സാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഈ 2001 മുതൽ ആനശല്യം ഇപ്പോൾ വരാൻ തുടങ്ങി. അത് മുമ്പേ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെ അതിൻ്റെ ഉപയോഗമില്ല എന്ന് പറഞ്ഞ് പീച്ചി മേഖലയ്ക്ക് മാറ്റുണ്ടായി. ജീവനക്കാരെല്ലാം പുനർവിചാരിക്കുകയുണ്ടായി. അപ്പോൾ വീണ്ടും അവിടെ അത് പുനഃസ്ഥാപിച്ച് തരണം എന്നാണ് സാർ എൻ്റെ ഒരു ആവശ്യം. ജനങ്ങളുടെ സ്വത്തിനും ജീവനും എല്ലാം വലിയ തോതിൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നാം നല്ലപോലെ ഇടപെടാൻ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നതും ജനങ്ങൾ ഭീതിയിലായതും MLA വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കുതിരാൻ തുരങ്കത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതു മുതലാണ് പീച്ചി വനമേഖലയിൽ നിന്നുള്ള ആനകൾ മച്ചാട് വനമേഖല വഴി ഈ പഞ്ചായത്തുകളിലേക്ക് വ്യാപകമായി ഇറങ്ങാൻ തുടങ്ങിയത്. വനപാലകരുടെ സേവനം വേഗത്തിൽ ലഭ്യമാക്കാൻ നിർത്തലാക്കിയ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനരാരംഭിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. തുടർന്ന് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും നിലവിൽ കാട്ടാനകളെ തടയാൻ താൽക്കാലിക RRTയും 19 PRTകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.